നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും ഇല്ലേ? ഞാൻ ഈ വാട്ടർ വിൽക്കുന്ന കമ്പനിയിൽ ജോലിക്കാരനാണ്, അല്ലെങ്കിൽ ഞാൻ ബിസിനസ് ഓണർ ആണെങ്കിൽ എനിക്കിത് ഒരാൾക്ക് കാണിച്ചു കൊടുക്കാനും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. ഇതാ നോക്കിക്കോ, അല്ലെങ്കിൽ കുടിച്ചു നോക്കിക്കോ. ഇത് പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റിന്റെ മാർക്കറ്റിങ്ങിന് സെയിൽസിന് സെപ്പറേറ്റ് ആയിട്ട് കുറേ ഗുണങ്ങളുണ്ട്. ഓരോ പ്രോഡക്റ്റിനനുസരിച്ച് ഇവിടെ ജ്വല്ലറി വിൽക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അല്ലാതെ ഇവിടെ സർവീസ് കുറേ പേരുണ്ട്. ഓരോ പ്രോഡക്റ്റിനും അതിൻ്റെതായ പെക്യുലാരിറ്റി ഉണ്ട്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഇന്ന് ട്രെയിനിങ് നമുക്ക് നടക്കൂല. പക്ഷെ ജനറിക് ആയിട്ട് സെയിൽസിലേക്ക് എത്തുമ്പോൾ എല്ലാം ഒരിടത്ത് എത്തും. രണ്ടാമത്തത് സർവീസാണ്. ഇവിടെ സർവീസാണ് ഏറ്റവും കൂടുതൽ കണ്ടത്. നമുക്ക് സോഫ്റ്റ്വെയർ ഉണ്ട്, റൂഫിംഗ് ഉണ്ട്, ദെൻ എന്താണ് ഇലക്ട്രിക്കൽ ഡ്രോയിങ് ഉണ്ട്, ലാബുണ്ട്. കുറേ പേര് സർവീസാണ്. സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടും പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടും മാത്രമേ വിൽപ്പന നടക്കുന്നുള്ളൂ, അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളിരിക്കുന്ന ഓരോ ഗ്രൂപ്പും ഓരോ കമ്പനി തുടങ്ങണം. എന്താണ് എന്നുള്ള ആദ്യം നിങ്ങൾ ഏതാ സെലക്ട് ചെയ്യുന്നത്? പ്രോഡക്റ്റ് ആണോ സർവീസ് ആണോ? നിങ്ങൾ സർവീസ്, ഇവർ സർവീസ് സെലക്ട് ചെയ്തു, നിങ്ങളോ എന്തെങ്കിലും. അപ്പൊ നിങ്ങൾ ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്നിട്ട് പറഞ്ഞാൽ മതി. ഞാൻ ഓരോരുത്തരോട് ചോദിക്കുന്നില്ല. ഓരോ ഗ്രൂപ്പും, ഒരു ഗ്രൂപ്പിന് ഒരു ലീഡർ ഉണ്ടായിക്കോട്ടെ. ആ കമ്പനി 4 പേരടങ്ങി, അവിടെ 4 പേരില്ലേ,